മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാടും തേടിയിട്ടുണ്ട്. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വിശദാംശങ്ങൾ. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന വിവാദം, ആ ഒരു സംഭവത്തിൽ എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുൻ എംപിയും BJP നേതാവുമായ സുരേഷ് ഗോപി. രേഷ്മ, എന്തൊക്കെയാണ് ഹർജിയിൽ ആവശ്യം? പ്രവർത്തകയുടെ പരാതിയിലെടുത്ത കേസിലാണ് നിലവിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ഈ ഹർജിയിൽ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് സർക്കാരിനോട് നിലപാട് തേടിയിരിക്കുകയാണ്. പിന്നീട് ഈ ഹർജി വിശദമായിട്ട് തന്നെ ഹൈക്കോടതി കേൾക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും നിലവിൽ ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ അസംബന്ധമാണ്, അസത്യമാണ് എന്നുള്ളതാണ്. ഒപ്പം ഈ നിലവിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ളൊരു ഭയം തനിക്കുണ്ട്. പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള 354 വകുപ്പ്, അതായത് ക്രിമിനൽ ഫോഴ്സോട് കൂടി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പ് അടക്കം ഇപ്പോൾ ചുമത്തിയ ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് 354 1A4 എന്നീ വകുപ്പുകളായിരുന്നു. അത് പക്ഷേ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 354 ചുമത്തിയിരിക്കുന്നത്. അത് സീരിയസ് ഒഫൻസിന്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം, ഒരു ഭയവും നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് സുരേഷ് ഗോപി നൽകിയിട്ടുള്ള ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ഒക്ടോബർ 27 ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം നടന്നത്. മാധ്യമപ്രവർത്തകരുമായിട്ട് പ്രതികരിക്കവേ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകരെ സ്പർശിച്ചു എന്നുള്ള രീതിയിലാണ് അവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. തുടർന്ന് നടക്കാവ് പോലീസ് നവംബർ മാസത്തിൽ കേസെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 354 1A4 വകുപ്പുകൾ മാത്രമായിരുന്നു ചുമത്തിയത്. പക്ഷെ പിന്നീട് കഴിഞ്ഞ ദിവസം ഗുരുതരമായിട്ടുള്ള വകുപ്പായിട്ടുള്ള 354 ചുമത്തുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പരാതി ഉയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സുരേഷ് ഗോപി വ്യക്തിപരമായിട്ടും അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയും ഈ മാധ്യമപ്രവർത്തകയോട് മാപ്പ് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദുരുദ്ദേശപരമായിട്ടൊന്നും തന്നെ തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയ വേളയിലും സുരേഷ് ഗോപി ആവർത്തിച്ച് പറഞ്ഞത്. എന്തായാലും ഹൈക്കോടതി നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ തേടിയിരിക്കുകയാണ്. അനു. ശരി രേഷ്മ.